പാഠം 137 കുഞ്ഞുണ്ണി മാഷ് പഠിപ്പിച്ചത്. ഇവിടെ വെച്ചിട്ട് സവാള എവിടെ പോയി? ഇതിന് മണ്ണൊക്കെയാണോ ഞാൻ എടുത്തു വെച്ചേ? എന്റെ അമ്മേ, മോനേട്ടാ, മോനേട്ടാ, ഒരാവശ്യം വിളിച്ച മിണ്ട കൂടിയില്ല. ഇങ്ങനൊരു സാധനം. അമ്മച്ചിയെ വേണ്ട, സ്വന്തമായിട്ടൊരു ഭർത്താവുള്ളപ്പോ ഇതിന്റെ മണ്ടയ്ക്ക് വലിഞ്ഞൊരു താഴെ വേണ്ട ആവശ്യമില്ലല്ലോ. മോനേട്ടാ, മോനേട്ടാ, ഞാൻ എത്ര വട്ടം വിളിച്ചു, മോനെന്താ ചെവി കേട്ടൂടെ? ഞാനൊരു കാര്യം ചെയ്യണത് കണ്ടില്ലേ? ഈ കസരത്തോടെ ഗുസ്തിക്ക് പോകാൻ തോന്നൂലോ. ഇതിനേക്കാട്ടിലും അത്യാവശ്യമുള്ള ഒരു കാര്യത്തിനാണ് ഞാൻ വിളിച്ചത്. എന്ത് കാര്യം? അടുക്കള ബീമിന്റെ മോളിൽ നിന്ന് എനിക്കൊരു ടിന്നെടുത്ത് തരണം. എനിക്ക് കൈ എത്തുന്നില്ല. ഞാൻ വേഗത്തില്ല. അപ്പൊ പിന്നെ വല്ലതും കഴിക്കണമെങ്കിൽ കൃഷ്ണൻകുട്ടിയുടെ ചായക്കട പൊക്കോളണം. ദോശകളും മുട്ടക്കറി ഉണ്ടാക്കാനുള്ള സവാളയാണ് മുകളിലിരിക്കുന്നത്. അതെടുത്ത് തരാതെ മുട്ടക്കറി ഉണ്ടാക്കുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ ഇപ്പൊ സൂയിക്കട്ട, ഇവിടെ നിന്നെ ഒന്നും ഉണ്ടാക്കണ്ട. ആഹാ, അങ്ങനെ ഉണ്ട് ഒരു വാശി. അമ്മേ, നിനക്കെന്താ വേണ്ടത്? ആ ഇരിക്കുന്ന ടിന്നിൽ സവാളയുണ്ട്, അതെനിക്ക് വേണം. ആ സവാള അവിടെ എങ്ങനെ എത്തി? നടന്നു കയറി. ഞാൻ ഇന്നലെ ഓർക്കാതെ എടുത്തു വെച്ചതാ. അപ്പോ നിനക്ക് 14/5/2013 കൈയെത്തുമായിരുന്നു. 15/5/2013 നിന്റെ പൊക്കം കുറഞ്ഞു പോയോ ഒരു ദിവസം കൊണ്ട്? ഞാൻ ഇവിടെ കയറി നിന്ന് ഇന്നലെ ഏതാ ഇവിടെ വെച്ചത്? ഇപ്പോഴും നിനക്ക് ഇവിടെ കയറിയെന്ന് അതെടുക്കാമല്ലോ. പിന്നെ എന്തിനാണ് എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചത്? കൂടുതൽ ന്യായമൊന്നും പറയണ്ട. അതെടുത്തു തരാൻ മോഹനേട്ടനെ കൊണ്ട് പറ്റൂല്ലയോ? എടുത്തു തന്നെ മുട്ടക്കറി ഉണ്ടാക്കി തരാം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇനി ഒന്നും ഉണ്ടാക്കില്ല, അതൊരു സംശയമില്ല. എനിക്ക് മുട്ടക്കറി വേണ്ട. വേണ്ടെങ്കിൽ ഒന്നും തിന്നണ്ട. ഓഹോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് മുട്ടക്കറി വേണം. ഇങ്ങോട്ട് പറ. ഒരു വീട്ടിൽ എപ്പോഴും വേണ്ട സാധനം വേണ്ട സവാള. അതെന്തിനാണ് ഇരുന്ന് ആകാശത്തോട് വെച്ചിരിക്കുന്നത്? ഈ താഴെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്നും ആവശ്യമുള്ള സാധനങ്ങളാ. എല്ലാം വെക്കുന്ന സ്ഥലം വേണ്ടേ? സ്ഥലമൊക്കെ ആവശ്യത്തിനുണ്ട്. പക്ഷെ ഒന്നും ക്രമത്തിനടുക്കി വെക്കാൻ നിന്നെ കൊണ്ട് പറ്റേയില്ല. ടെൻസിംഗിലായിരിക്കും പോലും ഇത്രയും ബുദ്ധിമുട്ടുണ്ടായി കാണൂല. അഹങ്കാരികളായ ഭാര്യമാരുള്ള എല്ലാ ഭർത്താക്കന്മാരുടെ അവസ്ഥ ഇതാ. പൊക്കമില്ലാത്ത ഭർത്താക്കന്മാരുള്ള ഭാര്യമാരുടെ അവസ്ഥയും സവാള ഇതെങ്ങനെ മേളന്ന് താഴെത്തിയത്? ഐസക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തം അനുസരിച്ച് മോഹനയുടെ താഴേക്ക് പോകുന്ന അതേ വേഗതയിൽ സവാളയും താഴേക്ക് എത്തുന്നു. ഫിസിക്സിൽ പഠിച്ചിട്ടില്ലായിരുന്നോ? എന്റെ പരാതി തീർന്നല്ല. സവാള വേഗം മുട്ടക്കറി വയ്ക്കും. ഞാൻ പിടിക്കാം. പൊങ്ങട്ടെ. നീ ഇവിടെ തള്ളിയിടാൻ ശ്രമിക്കരുത്. ദയവേത് ഇനിയൊന്നും മേളി വെക്കരുത്. ഓ, ആ നെറ്റിയിൽ ഒരു ഉള്ളി വളരുന്നോന്നൊരു സംശയം. കഷ്ടം. ഒരു നിസ്സാര കാര്യം പറഞ്ഞതിനാണല്ലോ ഈ പുകില് മുഴുവൻ ഉണ്ടാക്കിയത്. ഞാൻ തന്നെ ഉള്ളിപ്പാത്രം എടുത്താൽ മതിയായിരുന്നു. എനിക്ക് പൊക്കം കുറവാണെന്ന് നീ പറഞ്ഞോണ്ടല്ലേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഒരാണാകുമ്പോ മിനിമം 6 അടിയെങ്കിലും പൊക്കം വേണം. മോഹനയുടെ അത്രക്കില്ലല്ലോ. ഞാൻ 5 അടി 8 ഇഞ്ചുണ്ട്. അത് ധാരാളാ.
ഇനി അങ്ങനെ ആശ്വസിക്കാനല്ലേ പറ്റൂ. ഒക്കെ ഉള്ള ആണുങ്ങളെ കാണാൻ തന്നെ ഒരു ചന്തമാണ്. അമിതാഭ് ബച്ചൻ, സുരേഷ് ഗോപി, ബാബു ആന്റണി, അവരെ കാണുമ്പോ കൊതിയാവും. എന്തിന്? അത്രയും പൊക്കമുള്ള ഒരാളെ ഭർത്താവായിട്ട് കിട്ടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. നടന്നില്ലല്ലോ. ഞാൻ നിന്നെ പെണ്ണാണെന്ന് നീ പറയാനെന്താ? അന്ന് നീ അത് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് പൊക്കമുള്ള ഏതെങ്കിലും കോന്നവരെ കിട്ടിയേനെ. എനിക്ക് നല്ല അച്ചടക്കവും മര്യാദയുള്ള നല്ല സുന്ദരി പെമ്പളെ കിട്ടിയേനെ. നഷ്ടമായി പോയി. പെണ്ണ് കാണാൻ വന്നപ്പോ പൊക്കമുണ്ടെന്നാണല്ലോ ഞാൻ കരുതിയത്. 4-5 ഹീലുള്ള ചെരുപ്പായിരുന്നു കാലിലെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. സമയം 9ആയി. വേഗം ഉടുപ്പ് മാറിയിട്ട് വാ. അപ്പോഴേക്കും ഞാൻ മുട്ടക്കറി ഉണ്ടാക്കി വെക്കാം. മുട്ടക്കറി എനിക്ക് വേണ്ട. പിന്നെ ആർക്ക് വേണ്ട ഞാൻ മുട്ട മുഴുവൻ പുഴുകി വെച്ചേക്കുന്നേ? ആ പുഴുകിയ മുട്ട നീ അമിതാഭ് ബച്ചനോട്. ഞാനേ കൃഷ്ണൻകുട്ടിയുടെ അകത്ത് കഴിച്ചോളാം. അഹങ്കാരി. ഉത്തമന് എത്ര അടി പൊക്കമുണ്ട്? 5 അടി 3 ഇഞ്ച്. എനിക്ക് അതിൽ കൂടുതൽ പൊക്കമുണ്ട്. 5 അടി 8 ഇഞ്ച്. മനസ്സിലായോ? അതിനിപ്പോ നമ്മുടെ രണ്ടുപേരുടെ പൊക്കവുമായിട്ട് ഈ പ്രശ്നത്തിന് എന്തോന്ന് ബന്ധം സാറേ? പ്രശ്നമുണ്ട്. ഭാമ പറയുകയാണ് ആണുങ്ങളായാൽ മിനിമം 6 അടി പൊക്കം വേണമെന്ന്. എനിക്ക് 6 അടി പൊക്കമില്ലാത്തത് വളരെ വലിയൊരു കുറവായിട്ടാണ് അവൾ കാണുന്നത്. പക്ഷേ ഉത്തമന് എന്നേക്കാൾ പൊക്കം കുറവാണ്. അപ്പോ ഉത്തമൻ കല്യാണം കഴിക്കുമ്പോ ഉത്തമന്റെ ഭാര്യ എന്ത് പറയും? അത് സാറ് പറഞ്ഞാൽ ഒരു കാര്യമില്ല. കല്യാണത്തിന് മുമ്പ് ആണിന്റെ പെണ്ണിന്റെ പൊക്കം അന്വേഷിക്കുന്നതാണല്ലോ. സാറിനെ കെട്ടാൻ നേരത്ത് സാറിന്റെ പൊക്കം വക്കീലിന് അറിഞ്ഞൂടായിരുന്നോ? അന്ന് എനിക്ക് പൊക്കമുണ്ടായിരുന്നു. പിന്നീട് എന്റെ പൊക്കം കുറഞ്ഞു പോയതാണെന്ന്. ഉത്തമ, ഒരാളുടെ പൊക്കം എങ്ങനെയാണ് കുറയുന്നത്? ഒരിക്കലും കുറയില്ല. പൊക്കം കൂട്ടാനോ കുറയ്ക്കാനോ നമുക്കൊരിക്കലും പറ്റില്ല. ആ കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട് സാറേ. ആൾക്കാരുടെ പൊക്കം കൂട്ടാനുള്ള ചില പുതിയ പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഓ ഉത്തമ, പറഞ്ഞ വിവരക്കേടാ. ഉത്തമൻ ബയോളജി പഠിച്ചിട്ടില്ലേ? സാറ് കെമിസ്ട്രിയല്ലേ പഠിച്ചത്? 10ാം ക്ലാസ് വരെ പഠിച്ച ബയോളജി മതി. മനുഷ്യന്റെ ഉയരം അവന്റെ ജീനുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തടി കൂട്ടുന്നത് പോലെ പൊക്കം കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. പറ്റും സാറേ. സ്റ്റേറ്റ് ബാങ്കിനടുത്ത് ജിംനേഷ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന പങ്കജാക്ഷനില്ലേ, അയാളാണ് എന്നോട് പറഞ്ഞത് പൊക്കം കൂട്ടാനുള്ള ചില ഉപകരണങ്ങൾ ഉണ്ടെന്ന്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ മെഷീൻ ഉപയോഗിക്കുന്നുണ്ടെന്ന്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ സാറേ 3 ഇഞ്ച് വരെ പൊക്കം കൂടും. അതായത് സാറ് ഏതാണ്ട് 6 അടി വരെ പോവും. വിവരക്കേട്. അങ്ങനെ പറ്റില്ല സാറേ. പ്ലാസ്റ്റിക് സർജറി നടത്തി ആൾക്കാരുടെ മുഖച്ചായ തന്നെ മാറ്റുന്നില്ലേ? മൂക്കിന്റെ, ചെവിയുടെ, ചുണ്ടിന്റെ വരെ ഷേപ്പ് മാറ്റുന്നു. അതൊക്കെ പണ്ടുണ്ടായിരുന്ന പറ. അതുപോലെ തന്നെയാണ് പങ്കാശം പറഞ്ഞ ഈ സംഭവം. നമ്മുടെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ സുമംഗലയുടെ കെട്ടിയവനെ പൊക്കം കുറവുണ്ടെന്ന് പറഞ്ഞൊരു നാട്ടുകാർ കളിയാക്കിയപ്പോ ഡോക്ടർ നേരെ പങ്കാശനെ വിളിച്ചു. ഞാൻ ഈ പറഞ്ഞ ഉപകരണം പങ്കജാക്ഷൻ ജർമ്മനിയിൽ നിന്ന് വരുത്തി ഡോക്ടർക്ക് കൊടുത്തു. 2 ആഴ്ച കൊണ്ട് ഡോക്ടർക്ക് 2 ഇഞ്ച് പൊക്കം കൂടി. സംശയിക്കണ്ട സാറേ, ഞാൻ ഇപ്പൊ തന്നെ പങ്കാശനെ വിളിക്കാം. വിളിക്കൂ. അതങ്ങനെ വിട്ടാ പറ്റില്ല. പങ്കാശ, ഞാൻ ഉത്തമൻ. ഡേയ്, നീ അന്നേ ഡോക്ടർ സുമംഗലയുടെ കെട്ടിയോന് കൊടുത്ത ഒരു മെഷീൻ ഉണ്ടല്ലോ. അത് തന്നെ കയ്യിലുണ്ടാ? ഓ, അത് ശരി. പിന്നെ ഞാൻ നിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാമേ. ശരി. സാറേ, സാറിന് ഭാഗ്യമുണ്ടെന്നാണ് തോന്നുന്നത്. ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മെഷീൻ പങ്കാശന്റെ സ്റ്റോക്ക് ഉണ്ട്. സാറിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സാധനം കൈ കിട്ടും. 5000 രൂപയോ? 5000 രൂപ പിന്നെ വെറുതെ കിട്ടുമോ? 3 ഇഞ്ച് പൊക്കം കൂട്ടാന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? 3 ഇഞ്ച് പൊക്കം കൂടിക്കഴിഞ്ഞ പിന്നെ സാറിന് വക്കീലിന്റെ മുമ്പിൽ നെളിഞ്ഞങ്ങ് നിന്നൂടെ? 3 ഇഞ്ച് പൊക്കം കൂട്ടാൻ 5000 രൂപ മുടക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ എനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. നടക്കുവോ? സാറേ, സാറിന് വിശ്വാസം ഉണ്ടെങ്കിൽ മതി. ഇന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് പങ്കേഷ് ജർമ്മനി പോവുകയാണ്. ഇതുപോലത്തെ വേറെ മെഷീൻ കൊണ്ടുവരാൻ. ഇപ്പൊ പോയ 5000 രൂപ എടുത്ത് ആ സാധനം നൈസായി കൊണ്ടുവരാം. സാറേ, ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത വർഷം ചൊവ്വയിൽ മനുഷ്യ ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം ഒരാൾക്കൊരു 3 ഇഞ്ച് പൊക്കം കൂടുന്നത് വലിയ സംഭവമാണോ? സാറേ, ഞാനല്ലേ പറയുന്നത്. കാര്യം നടന്നില്ലെങ്കിൽ കാശ് ഞാൻ തിരിച്ചു വാങ്ങിച്ചു തരാം. ഉറപ്പാണോ? ഉറപ്പ്. പൊക്കം കൂടിയില്ലെങ്കിൽ പണം തിരിച്ച് സാറിന് ഞാൻ തന്നിരിക്കും.
പിന്നെ ആ, കുഴപ്പമില്ല. ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? കാര്യം നിസ്സാരം